ഇപ്പോൾ ആർത്തവത്തെ കാണിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റീവ് സിനിമകളിൽ കാണിക്കുന്ന ഈ ഒലിച്ചിറങ്ങുന്ന ബ്ലഡ് ഈ സിംബോളിക്കായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നതിനോട് ഒരു എന്തോ ഒരു എതിർപ്പ് എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുപോയത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അത് മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൂടെ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ അയാൾ അവസാനം കൊണ്ടുവന്നിട്ട് ഈ തീയിലിടുക എന്ന് പറയുന്ന ഒരു സംഭവം, ആ ബ്ലഡ് ആർത്തവരക്തം കൊണ്ടുവന്ന് തീയിലിടുക, ഇത് ഭയങ്കര സിംബോളിസമാണ്. ഇത് നമ്മളൊരു കാലഘട്ടത്തിൽ ക്രിയേറ്റീവ് സിനിമകൾ അല്ലെങ്കിൽ ആർട്ട് സിനിമകളെന്ന് വിചാരിച്ചിരുന്ന സമാന്തര സിനിമകൾ ഉപയോഗിച്ചിരുന്ന സംഗതികളാണ്. ആ സങ്കേതങ്ങളെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ത് ഉപയോഗിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അത് മറ്റേതെങ്കിലും തരത്തിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. ഇപ്പുറത്ത് നിന്ന് പറയുമ്പോൾ നമ്മളിത് പറയുമെങ്കിലും ഹിന്ദു എന്താണ് നേരിട്ടതെന്നും പ്രത്യേകിച്ച് ഈ സിനിമകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ചുരുങ്ങിയ ഷെഡ്യൂളിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കലയെ സമീപിക്കുന്നതിന് വേറെ തരത്തിലുള്ള അതുകൊണ്ട് നമിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ ഹിന്ദുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലും. അപ്പോൾ അതങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നോ എന്ന അഭിപ്രായം ആരെങ്കിലും ഒക്കെ പറഞ്ഞോ ഈ ആർത്തവത്തെയൊക്കെ ചിത്രീകരിക്കും? ഇല്ല, എന്ന് വെച്ചാൽ മെൻസ്ട്രേഷൻ ഡെഫിനറ്റ്ലി അതൊരു പാർട്ട് മാത്രമാണ് സിനിമയുടെ ഒരു മെയിൻ നറേറ്റീവിൽ. ഈ മെൻസ്ട്രേഷൻ അല്ല ഇതിൻ്റെ ഒരു മെയിൻ തീം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ മെൻസ്ട്രേഷനിൽ ഈ ഒഴുകി വരുന്ന രക്തം എന്നൊക്കെ പറയുന്നത് ആസ് എ വുമൺ നമ്മളെല്ലാ മാസവും കാണുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്തൊരു എക്സാജറേഷൻ ഇല്ല. കാരണം ദിസ് ഇസ് സംതിങ് വിച്ച് ഈ പറഞ്ഞ ചിത്രം ഇല്ലെങ്കിൽ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫെമിലിയർ കൂടിയാണ്. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹർ ലൈഫ്, ഒരു മേജർ പോർഷൻ ഓഫ് ഹർ ലൈഫിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അതിലെനിക്ക് ആ ഇമേജിൽ എനിക്ക് ഗിമിക്സ് കാണിക്കാൻ തോന്നിയില്ല ശരിക്കും. അവിടെ എനിക്ക് സത്യസന്ധമായിട്ട് വാട്ട് എവർ വി ഹാവ് സീൻ, വാട്ട് എവർ വി ഹാവ് എക്സ്പീരിയൻസ്ഡ്, അത് അങ്ങനെ ചെയ്യാനാണ്. അത് ഈവൻ അതൊരു ആർട്ടിസ്റ്റിക് എന്നുള്ള രീതിയിലും അല്ല, അതിനെനിക്ക് ഒരു ട്രൂത്ത്ഫുൾനെസ് ആണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു ഒഴുകി വരുന്നതിൽ. കാരണം അത് ദാറ്റ്സ് റിയാലിറ്റി. അത് സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ ഓഫ് മെൻസ്ട്രേഷൻ ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അത് എല്ലാ സ്ത്രീകൾക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇമേജ് അങ്ങനെ തന്നെ ചെയ്തതാണ്. പിന്നെ ഈ തീയിലേക്ക് ഇടുക എന്ന് പറയുന്നത് അതും ഞാൻ ഞാൻ ബോൾഡാക്കി ചെയ്തിട്ടില്ല. കാരണം എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ക്ലോസ് എടുക്കായിരുന്നു. അത്തരത്തിലൊന്നുമില്ല. എനിക്ക് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ആ ഒരു റിച്വലിനെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ആൻഡ് ഞാൻ എൻ്റെ ഒരു വായനകളിലും ഞാൻ എൻ്റെ മതപരമായിട്ടുള്ള വിശ്വാസത്തിലാണെങ്കിലും ഇത് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറയുമ്പോഴും ഒരു 2 to 3 years ബാക്കാണ് ഏറ്റവും കൂടുതലും ആർത്തവത്തെക്കുറിച്ച് അത് ഇംപ്യൂർ ആണ് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും വളരെ പുരോഗമനം ആയിട്ടുള്ള ആൾക്കാർ പോലും പറഞ്ഞ ഒരു കാര്യമാണ് ഇംപ്യൂർ ആണ് എന്നുള്ളത്. പക്ഷെ അത്തരത്തിലുള്ളൊരു കാര്യം ഒരു ആസ് എ ഹിന്ദു, ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടാണ്. അപ്പം ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ കോൺഷ്യസ്ലി എനിക്കതിനെ അറിയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വായനകളിലും എൻ്റെ എഡ്യൂക്കേഷനിലും ഞാൻ മനസ്സിലാക്കിയത് ഇത് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ഇത് ആർത്തവം ഹിന്ദു റിലിജൻ ഇത് പറയുമ്പോഴും എവിടെയാണ് ഇത് റെഫർ ചെയ്തിട്ടുള്ളത്? ഒരിടത്തും ഇങ്ങനെ ഇംപ്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഇത് പറയുന്നില്ല, ഒരിടത്തും പറയുന്നില്ല. ഇത് ഒരു കൺവീനിയൻസ് ആണ്, സ്ത്രീകളെ ഒരു മുറിക്കകത്ത് അടച്ചിരുത്താനായിട്ടുള്ളൊരു കൺവീനിയൻസ് ആണ് ഇംപ്യൂർ എന്നുള്ളത്. ഈ രക്തത്തിൽ എങ്ങനെയാണ് ഒരു ഇംപ്യൂരിറ്റി കാണാൻ പറ്റുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി പറ്റുന്നില്ല. അപ്പം അതൊരിക്കലും ഇംപ്യൂറായിട്ടോ അൺഹോളി ആയിട്ടോ ഒന്നും ഞാൻ വ്യക്തിപരമായി കാണുന്നില്ല. അതിലെനിക്ക് അത്തരം ചിന്തകളിലേക്ക് എനിക്കൊരു റെഫറൻസ് എനിക്ക് ഇല്ല ഇതുവരെ. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. ആ റിച്വൽ ഡിസ്റപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു ക്ലോസ് എടുത്തിട്ടില്ല, അവിടെ ഒരു ഹൈ മ്യൂസിക് കൊടുത്തിട്ടില്ല ഈ ഇടുന്നിടത്ത്. ഇറ്റ് വാസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഷീ ഡിഡ് ഇറ്റ്, അത്രയേ ഉള്ളൂ. എനിക്കത് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാൻ തോന്നിയില്ല. അത് ആ ഒഴുക്കിനൊത്ത് പോകുന്ന ഒരു പ്രോസസ്സായിട്ട് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെയായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. അതൊരിക്കലും സമയപരിമിതി കൊണ്ട് ഒരിക്കലും ഞാൻ അതിൻ്റെ ഷോട്ടിൻ്റെ ഇത് മാറ്റിയിട്ടുമില്ല, കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാരണം അത് അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. എഴുതുന്ന സമയത്തും ഇത് തന്നെയാണ് വിചാരിച്ചത്, എക്സിക്യൂട്ട് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ളതാണ്. ഈ നിളയെ കൂടെ ചേർത്ത് വെച്ച് വേണം നമ്മൾ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിളയിലേക്ക് എത്തുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് സ്ത്രീയെ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് മറികടക്കേണ്ടത്, ഇപ്പോൾ സ്നേഹത്തെ എങ്ങനെയാണ് പുരുഷൻ സമർത്ഥമായി ഉപയോഗിക്കുന്നത്, നിന്നെ ആക്രമിക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് സ്നേഹമല്ല എന്ന് മനസ്സിലാക്കൂ എന്നൊരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട്.
അല്ലാതെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളൊരു അടിസ്ഥാനമാണ് ആ കഥയ്ക്കുള്ളത്. അപ്പോൾ ആ ചെറിയ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതിങ്ങനെയല്ല വേണ്ടത്, ഇത് ഇങ്ങനെ ചെയ്യുന്നത് സ്നേഹമല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന പെൺകുട്ടികളല്ലേ ഉള്ളത്. അവൾക്ക് പ്രായം കുറവായിരുന്നു, 19 വയസ്സായിരുന്നു. അതെ, എനിക്ക് ആക്ച്വലി നിളയിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ വിചാരിച്ചിരുന്നത് ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആ ആസ്പെക്റ്റ് ആയിരുന്നു. കാരണം ഓർമ്മകൾ നഷ്ടപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നൊരു കൺവിക്ഷൻ ഉണ്ട്, അവരെക്കുറിച്ചുള്ളൊരു കൺവിക്ഷൻ ഉണ്ട്, തെറ്റിപ്പോവില്ല എന്നുള്ള. ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴും അതിനിടയിൽ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, അവരുടെ ഒരു വ്യക്തിത്വത്തെ, അവരുടെ വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കാൻ നോക്കുന്ന ഒരാളാണ് അതിനകത്ത് ശാന്തികൃഷ്ണ ചെയ്ത മാലതി എന്ന് പറയുന്ന കഥാപാത്രം. ഈ കാണാപ്പുറത്തിരിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ നിള എന്ന് പറയുന്നത്, നമ്മൾ കാണിക്കുന്നില്ല. കാണാപ്പുറത്ത് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം. അപ്പോൾ അത് അവർക്കറിയില്ല, അവരുടെ കരിയറിൽ മുഴുവൻ കണ്ടിട്ടുള്ള വ്യത്യസ്തമായ അനുഭവം, ഓരോ ഇൻസിഡൻസിന്റെ ഒരു എക്കോ ആണോ എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല, പോലും അറിയത്തില്ല. അതെ, അത് റിയൽ ആണോ എന്ന് ഉള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയാണ്. പക്ഷേ എന്നാൽ അവർ ഷീസ് സ്റ്റിൽ ട്രൈങ് ടു ഹെൽപ്പ് ഹർ. ആൻഡ് ഈ ചോദിച്ച ചോദ്യത്തിനും ഈ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ കാലത്തും ഡൊമസ്റ്റിക് വയലൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഞാൻ പറയുന്ന ലോകത്ത് മുഴുവനും ഇത്തരത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നുണ്ട്, അബ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സ്ത്രീക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനുണ്ട്, പ്രത്യേകിച്ച് ഒരു യങ് വുമൺ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു 40 വയസ്സുള്ളൊരു സ്ത്രീക്ക് പ്രോബബ്ലി അവർക്ക് ഒരു തിരിച്ചറിവുണ്ടായിരിക്കാം. പക്ഷേ ഒരു 19 വയസ്സ് വെച്ചാൽ വളരെ ചെറിയ പ്രായത്തിലുള്ളൊരു കുട്ടിക്ക് ഇത് ശരിക്കും സ്നേഹമാണോ? കാരണം നമ്മളെയൊക്കെ, എനിക്ക് തോന്നുന്നു, ഈ പ്രോബ്ലി എൻ്റെ ജനറേഷനും ആൻഡ് മേ ബി ദി ജനറേഷൻ ആഫ്റ്റർ മീ ഒക്കെ ഈ തല്ലി വളർത്തുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും നമുക്ക് ഇപ്പോഴാണ് പണിഷ്മെൻറ്റ് ഇല്ലീഗലാവുന്നത്. പക്ഷേ തല്ലി വളർത്തുക, അപ്പം ടീച്ചർ തല്ലുന്നത് സ്നേഹം കൊണ്ടാണ്, നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ തല്ലുന്നത്. ഇല്ലെങ്കിൽ പേരൻസ് തല്ലുന്നത് അവർക്ക് സ്നേഹം കൊണ്ട്. അപ്പോൾ ഈ അബ്യൂസ് എന്ന് പറയുന്ന വാക്ക് ഭയങ്കര കൺഫ്യൂസിങ് ഒരു ഏരിയയാണ്. തല്ലുന്നത് സ്നേഹം കൊണ്ടാണോ, ഇല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഒരു ആസ് എ ഇൻഡിവിജ്വൽ ഈ ഇങ്ങനെ സബ്ജക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് അബ്യൂസാണോ, ഇത് സ്നേഹമാണോ എന്ന്. കാരണം അമ്മ തല്ലുമ്പോൾ അത് സ്നേഹമാണ്, ഇല്ലെങ്കിൽ ടീച്ചർ തല്ലുമ്പോൾ ഇത് സ്നേഹമാണ്, അപ്പോൾ ഇതും സ്നേഹമായിരിക്കത്തില്ലേ. അപ്പോൾ ആ ഒരു ഏരിയ ഓഫ് കൺഫ്യൂഷൻ ഡെഫിനറ്റ്ലി ഒരു യങ് വുമൺ എന്നുള്ള രീതിയിൽ അവർക്ക് ഉണ്ടാവും. ആൻഡ് വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് സച്ച് കേസസ്. ഇപ്പോൾ ആനി ശിവ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ഓഫീസർ, അവരുടെ ഒരു കേസും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏർലി ഏജിൽ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്ത് ഒരു സിവിയർ അബ്യൂസിൻ്റെ വിക്റ്റിമായിട്ടും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ മോനെ വളർത്തുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്ത്രീയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. ഒരു ആദ്യത്തെ ഒരു ടീനേജിൻ്റെ ഒരു ഇൻഫാക്ച്വേഷനിൽ പറ്റുന്നൊരു മിസ്റ്റേക്ക്. പിന്നെ അവിടെ ഈ ഒരു കൺഫ്യൂഷൻ അല്ലേ വരുന്നത്, സ്നേഹമാണോ, വാട്ട് ഈസ് അബ്യൂസ്, സ്നേഹത്തിൻ്റെ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് എനിക്കതൊരു പ്രീച്ചി ആയിട്ട് പറയാനും തോന്നിയില്ല. സോ അതുകൊണ്ടാണ് വളരെ സട്ടിലായിട്ട് അതെങ്ങനെയാണ് സ്നേഹം എന്ന് വിളിക്കാൻ പറ്റുന്നത് എന്ന് ശാന്തികൃഷ്ണ ചോദിക്കുമ്പോൾ അത് എൻ്റെയും ഒരു ചോദ്യം തന്നെയാണ്. അത് എങ്ങനെയാണ് ഇപ്പം എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും ഇത് ആ ശാന്തികൃഷ്ണ ചെയ്ത കഥാപാത്രത്തിന്റെ ഒരു അനുഭവം കൂടെ ആയിട്ടാണോ കാണിച്ചത്? എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നി. കാരണം ഇവർ കാണാത്തൊരു ക്യാരക്ടറല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇവരുടെ അനുഭവത്തെ തന്നെ എതിർക്കാനുള്ള ഇവരുടെ ഒരു ആഗ്രഹമില്ലേ, അതായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ഹാലൂസിനേഷൻ ആയിട്ട് അവർക്ക് വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അല്ല അത് അവർ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ അവരുടെ ലൈഫിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു വളരെ പോസിറ്റീവായിട്ട് തന്നെ അങ്ങനെ ഒരു ഓർമ്മയിലേക്ക് അവർ കൊണ്ടുപോകുന്നുണ്ട്. അത് ബിജുപാൽ സാറിൻ്റെ ഒരു BGMഉം അതനുസരിച്ചൊരു റെട്രോ ഫീല് കൊടുക്കുന്ന ഒരു മ്യൂസിക്കും അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല.